ബിജു ഞാൻ കണ്ടിട്ട് പെട്ടെന്നൊരു രാഷ്ട്രീയക്കാരൻ കയറി വരുന്നൊരു ഭാവം. പണ്ട് മഹാരാഷ്ട്ര പിടിക്കുമ്പോൾ നല്ല കൈസുകാരനൊക്കെ ആയിരുന്നു. ആ ഒരു പഴയ ഓർമ്മയിലാണ് ഒരു കതർ ലുക്ക്. ഈയിടെ പിടികൂടിയൊരു സംഭവമാണ് ഈ വൈറ്റ്. ആക്ച്വലി ആദ്യം പാട്ടൊക്കെ പാടി തുടങ്ങിയ സമയത്ത് വൈറ്റ് ജുബ്ബയായിരുന്നു. ബിജു നാരായണൻ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ജുബ്ബയാണ് ഒരു മുഖമുദ്രയായിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപേക്ഷിച്ചു. ഇപ്പോൾ ഈയിടെ ഒരു 1.5 വർഷമായിട്ടൊരു വൈറ്റിനോടൊരു ഭ്രമം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എന്തെങ്കിലും ചാറ്റ് ഷോസ് പ്രോഗ്രാമിനില്ല കേട്ടോ. കാരണം പ്രോഗ്രാമിന് നല്ല സ്റ്റൈലായിട്ടാണ് നിൽക്കുക. അതെ, അല്ല പ്രോഗ്രാമിലെ പ്രോബ്ലം വെച്ചാൽ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ വെറുതെ നമ്മുടെ ഉസ്താദിന് വെറുതെ പെരുമോശം ഉണ്ടാക്കണ്ടല്ലോ. ബിജു ആണ് ഏറ്റവും നല്ല വസ്ത്രധാരണം നടത്തുന്ന ഒരു ഗായകൻ യഥാർത്ഥത്തിൽ. സ്റ്റേജിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വസ്ത്രം മാറി നല്ല പുതിയ വസ്ത്രത്തിൽ വന്ന്. അത് പണ്ട് മമ്മൂക്കയുടെ ഒരു ഈസ്റ്റ് കോസ്റ്റ് ഷോവിന് ദുബായിൽ, ഗൾഫിൽ എല്ലായിടത്തും പോയപ്പോൾ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന സമയം, കോളേജ് പഠിച്ച് നിൽക്കുന്ന സമയം, ഡ്രസ്സിങ്ങിൽ അത്യാവശ്യം ശ്രദ്ധിക്കും, പക്ഷേ എന്നാലും അങ്ങോട്ട് ആ ലെവലിൽ വന്നിട്ടില്ല. മമ്മൂക്കയാണ് ഒരിക്കലും അൽനാസർ റെസ്റ്റോറൻറ്റിൽ പ്രോഗ്രാം സമയത്ത് എന്നെ വിളിച്ചു. എടാ ഇങ്ങോട്ട് വന്നേ, നീ ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? നീ കോളേജിൽ പഠിക്കണ ഈ പ്രായത്തിൽ ഇപ്പോഴൊക്കെ അല്ലേ അത് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അങ്ങേര് ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും മമ്മൂക്ക് പറഞ്ഞത് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ വരണം. ഇത് കഴിഞ്ഞ് ട്രിപ്പ് ചെയ്യേണ്ട ഒരു 10-40 ദിവസം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കോളേജ് ചെന്നപ്പോഴത്തേക്കും നമ്മളുടെ വരവ് കണ്ടപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, ഇവന് എന്തോ ഒരു മാറ്റം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവയെ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോഴാണല്ലോ, പ്രത്യേകിച്ച് ഒരുപാട് പേര് ഈ ഷോയിൽ തന്നെ ബിജുവിനോട് ഈ വസ്ത്രധാരണത്തെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് ശരി, നമുക്ക് ആ ഊന്നേണ്ട സമയം ഊന്നാം, ഇപ്പം മുഴുവൻ കളയേണ്ടതൊക്കെയാണ്. ഓക്കെ. ബിജുവിൻ്റെ കുടുംബമാണ് ഒരു പക്ഷേ ബിജുവിനെ ഒരു ഗായകനാക്കുന്നത്. കുടുംബത്തിലെ ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരവസ്ഥ, അതിനെ പ്രദാനം ചെയ്തുകൊണ്ട് ഒരാൾ വരുന്നുണ്ട്. നോക്കട്ടെ. ശരിക്കും ഞാനാണ് സംഗീതം പഠിച്ചിരിക്കുന്നത് വീട്ടിൽ. ബിജു അടുത്ത് വന്ന് നിന്ന് കേൾക്കാറാണ് പതിവ്. ക്ലാസിക്കൽ പഠിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് നിന്ന് കേട്ടിട്ട് ആ കാലമൊക്കെ ബിജുവിന് ഓർമ്മയുണ്ടാവുമല്ലോ. പിന്നെ കോമ്പറ്റീഷൻ എല്ലാ സ്ഥലത്തും ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. കഴിയുന്നതും ബിജു ഉള്ളിലേക്ക് വലിയാണ് പതിവാണ്. എന്നാലും ഞാനും അമ്മയും എൻ്റെ സിസ്റ്ററും ഞങ്ങളെല്ലാവരും പാട്ട് പഠിപ്പിച്ച് ബിജുവിനെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ട്. പല സ്ഥലത്തും പ്രൈസും കിട്ടിയിട്ടുണ്ട്. ബിജു അന്നത്തെ ആ ഓർമ്മകളെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ മൂത്ത സഹോദരി ഉമ്മ ചേച്ചിയാണ് ഞങ്ങൾ 4 മക്കളിൽ സംഗീതം ആദ്യം തുടങ്ങി വെച്ചത് ഞങ്ങളുടെ ഫാമിലിയിൽ. അമ്മ പഠിച്ചിട്ടുണ്ട്, പാട്ട് പാടുമായിരുന്നു. ഉമ്മ ചേച്ചിയെ പാട്ട് പഠിപ്പിക്കാൻ സാറ് വരുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് മറിഞ്ഞ് നിന്ന് കേട്ട്, അങ്ങനെയാണ് ശരിക്കും എൻ്റെ ഒരു ആദ്യത്തെ ഈ മ്യൂസിക്കിനോടുള്ള ഒരു അഭിനിവേശമൊക്കെ തോന്നുകയും ഇൻട്രസ്റ്റ് തോന്നുകയും. ആ സമയത്ത് സാറ് പോയ ശേഷം ഞാൻ ഇരുന്ന് ആ പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല ഓർമ്മകൾ തന്നെ. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഒരിക്കലും മറക്കില്ല. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ ഹസ്ബൻഡും ഈ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിംഗറാണ്, രണ്ടുപേരും സിംഗേഴ്സാണ്. അപ്പോൾ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ചിന്നു ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വളരെ പ്രായമായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് 50-55 വയസ്സുണ്ട്. ചേച്ചിയെടുത്ത് പിന്നെ അമ്മ വിട്ടു മ്യൂസിക് പഠിക്കാനായിട്ട്. കാരണം ഇവരിങ്ങനെ വിട്ടാൽ പറ്റില്ല, കുറച്ചൊരു മ്യൂസിക് സെൻസ് ഉണ്ട് എന്നിട്ട് ചേച്ചി ആണ് ബേസിക് ലെസൺസ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അളിയനും ഒരേപോലെ തന്നെ ബിജുവിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നോട്ടിട്ടെന്നല്ല, നമുക്ക് അളിയനെ കൂടെ കൊണ്ടുവരാൻ. ഹായ് ബിജു. ഭാവം, രാഗം, ലയം, അതിനോടൊപ്പം തന്നെ ശുദ്ധ മലയാളത്തിലുള്ള ഉച്ചാരണ ശുദ്ധി, ഇതെല്ലാം ചേർന്ന് അനുഗ്രഹിച്ച ഒരു ഗായകനാണ് ബിജു. ഒരുപാട് ഹൈറ്റ്സിലേക്ക് ബിജു ഇനി എത്തണം സംഗീതത്തിൽ. അതിനോടൊപ്പം തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത്രയും കഴിവുള്ളൊരു വ്യക്തിക്ക് വളരെ എളുപ്പമായി ഒന്നുകൂടി ശ്രമിക്കണം, നന്നായി ശ്രമിക്കണം, അഭ്യസിച്ച് കുറച്ചുകൂടെ പഠിക്കണം, ഒരു നല്ലൊരു കർണാടക സംഗീത കച്ചേരി ചെയ്യാൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. ആ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു തരും. അളിയൻ്റെ ചോദ്യം, കർണാടക സംഗീതത്തിൽ ഒരു കച്ചേരി നടത്തി ഒന്നും കൂടെ കുറച്ചും കൂടി ഒരു ഡിസിപ്ലിൻ ആയിക്കൂടെ എന്നുള്ളത്. പക്ഷേ ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് അളിയൻ മാത്രമല്ല, ബിജുവിനെ സ്നേഹിക്കുന്ന മറ്റ് പല ആൾക്കാരും അവരുടെ മനസ്സിലും ആദ്യം പൊട്ടിമുളയ്ക്കുന്ന ചോദ്യം ഇതാണ്. വരട്ടെ, അവരും കൂടെ വരട്ടെ. എനിക്ക് ബിജുവിനോടായിട്ട് പറയേണ്ടത്, ഇപ്പോൾ 10-20 വർഷമായിട്ട് ഫിലിമിൽ പാടി നല്ല പ്രശസ്തിയും പേരും പദവിയും ഒക്കെ കിട്ടി, പല അവാർഡും കിട്ടിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം ശാസ്ത്രീയ രംഗ കച്ചേരിയിൽ സ്റ്റേജിൽ വരണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിൽക്കുന്നില്ല, ഇനിയും ഒരുപാട് പേര് വരട്ടെ. എനിക്ക് ബിജുവിൻ്റെ ഏറ്റവും
രസകരമായ ക്വാളിറ്റി എന്താ വെച്ചാൽ, പൊതുവെ നമ്മൾ ഈ ഫീൽഡിൽ കലാകാരന്മാരുടെ ഇടയിൽ നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ചൊന്നും സ്മരിക്കുന്നത് വളരെ അപൂർവമാണ്. ബിജുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ പല വേദികളിലും പല ഇൻ്റർവ്യൂസിലും ഞാൻ ബിജു എന്നെക്കുറിച്ച് പറയും. എൻ്റെ പേര് പറയാൻ വേണ്ടി ഞാൻ പറയല്ല, പൊതുവെ നമ്മളുടെ ഫീൽഡിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത ബിജുവിൻ്റെ സ്വഭാവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സവിശേഷതയാണത്. എനിക്ക് വേണം വളരെയധികം കാലം ബിജു കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്. ബിജു നന്നായിട്ട് പഠിക്കണം, കാരണം നല്ലൊരു ശബ്ദം കിട്ടിയതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക. കഴിയുമെങ്കിൽ ഇപ്പോഴും അതിനുള്ള പ്രായമൊന്നും അധികമായിട്ടില്ല, ശാസ്ത്രീയ സംഗീതത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഒരു കർണാടക സംഗീത കച്ചേരി കൂടി എറണാകുളത്ത് അരങ്ങേറണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ബിജുവിൻ്റെ സംഗീത ജീവിതം എല്ലാ വിധത്തിലും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് ഞാൻ നേർന്നുകൊള്ളുന്നു. 3 പേരാണ് ഈ പറഞ്ഞ പോലെ ബിജുവിൻ്റെ ശാസ്ത്രീയ സംഗീത ധാരയെ വരവേക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഒന്ന് സഹോദരിയുടെ ഭർത്താവും, പിന്നെ 2 ഗുരുക്കളായിട്ടുള്ള ആൾക്കാർ. നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പോകണോ ബിജു? ആദ്യം ബ്രദറിലോ ബെനിച്ചേട്ടൻ, പിന്നെ എൻ്റെ ഗുരു ആര്യനാട് സദാശിവൻ സാറ്, പിന്നെ TS രാധാകൃഷ്ണജി. ഈ 3 പേരെയും ഞാൻ പ്രധാനികളായിട്ട് തന്നെ, ഗുരുക്കന്മാരായിട്ട് തന്നെയാണ് കരുതുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എവിടെയാണ് ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പ്ലേ ബാക്ക് രംഗത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പേടിയുടെ ഒരു വിഷയമുണ്ട്. കാരണം ആളുകൾ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും? ഒരു കച്ചേരി ഇപ്പോൾ നമ്മൾ സിനിമയിൽ കുറേ പാടി, പിന്നെ ഇവൻ കച്ചേരി ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വരുമോ? എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, സിംഗേഴ്സായിട്ട് എസ്റ്റാബ്ലിഷ് പലർക്കും ഉള്ളതാണത്. സിനിമാ രംഗത്ത് വന്ന ശേഷം ഉണ്ടാകുന്ന ഒരു പരിഭ്രമമാണത്. കാരണം ആളുകൾ എങ്ങനെ നമ്മളെ വിലയിരുത്തുന്നുള്ള പേടി തന്നെയാണ് സത്യം. അത് ഒരു പരിധി വരെയാണ്. പിന്നെ ഈ പറഞ്ഞാൽ എവിടെയോ വെച്ച് നമുക്ക് തിരക്ക് കാരണം, അതൊരിക്കലും പാടില്ലാത്ത തന്നെയാണ് തിരക്ക് കാരണം. എനിക്ക് ഈവൻ സദാശിവ മാഷുമായിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന്, അദ്ദേഹം അവിടെ അക്കാഡമി പ്രൊഫസറായിരുന്നു സ്വാതി തിരുനാളിൽ, അവിടെ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ റെക്കോർഡിംഗ് ആയിട്ട് ചെന്നൈ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിട്ട് പല സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹം തിരിച്ചു പോകണം. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ തന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് നിർത്തി. കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു ആൾ ഈ ഒരു ഏജിൽ വന്നിട്ട് ട്രിവാൻഡ്രത്ത് എറണാകുളം വരെ വന്നിട്ട് വല്ലപ്പോഴൊക്കെ ഞാൻ ഇല്ലാതെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ സെൽഫായിട്ടൊരു അങ്ങനെയാണ്. സിനിമാ രംഗത്ത് സാധാരണ ഇതിലല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഗാനരംഗത്ത് ഗായകരംഗത്ത് അങ്ങനെ ഗുരുക്കന്മാരെ ഓർക്കലൊക്കെ വളരെ അപൂർവമാണ്. പക്ഷേ ബിജുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയേണ്ട കാര്യം അങ്ങനെ ഉണ്ടോ? ബിജു വന്ന വഴി ഒരിക്കലും മറക്കാറില്ല. അതിപ്പോൾ ഫിലിമാണെങ്കിലും കാസറ്റാണെങ്കിലും ഏതൊരു അവസരം ആര് തന്നാലും അവരെ സ്മരിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ആൾക്കാർ സ്മരിക്കാറില്ലെന്നാണ് മൂപ്പർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ രാജേഷിൻ്റെ അനുഭവമായിരിക്കാം ചിലപ്പോൾ, അത് ഒന്നും പറയാൻ ഞാൻ ആളല്ല. മറിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ക്വാളിറ്റിയിൽ ഒന്ന് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. കാരണം ഗുരുക്കന്മാരുടെ നിന്ന് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല.